ഇനി കുറച്ച് നിനക്ക് പരുക്കേൽപ്പിച്ച അപ്പൊ നിനക്ക് മനസ്സിലാവും. പ്ലീസ് എന്നെ വിട്. നിന്നെ ഇവിടുന്ന് വിടണോ? അതെ പ്ലീസ്, ഞാൻ നിന്നോട് ഒന്നും തെറ്റും ചെയ്തില്ലല്ലോ. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, പ്രോമിസ്. ഐ ലവ് യു എന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യൂ. നീ എന്നെ ലവ് ചെയ്യല്ലോ അല്ലേ? ഞാൻ എല്ലാം ചെയ്യാം. നീ എല്ലാം ചെയ്യോ? സത്യമാണോ? നീ എന്നോട് കള്ളം പറയാണ്? ഇല്ല, കള്ളം പറയാണ്, എനിക്കറിയാം. നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തിമിരി കൂടില്ല. ഇപ്പൊ നിന്നെ അറുത്താ ഇങ്ങനെ ഇരിക്കടി. അറക്കട്ടെ. ഇപ്പൊ എന്തിനാ ചിരിക്കുന്നേ? പറ, എന്തിനാ ചിരിച്ചേ? കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരു ബീരുവാണ്. യു ആർ എ കവേർഡ്. നീ ഒരു ബീരുവാണ്. വേഗം വേഗം. ചേച്ചി, ചേച്ചി, ആകെ ഡേഞ്ചർ സോണിലാണ്. എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. അല്ല ഇനിയിപ്പോ എന്താ ചെയ്യാ? കോളാക്കുന്ന തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ടെൻഷൻ ആവുന്നു. ഫസ്റ്റ് മുതലേ പിടിക്കേണ്ടതായിരുന്നു. നിങ്ങളെല്ലാരും കണ്ടിരിക്കെ, ഞാൻ അതാ പോയിട്ട് വരാം. ഈ ചാവി നിന്റെ കയ്യിലിരിക്കട്ടെ. എന്തിനാ? നീ ഇവിടെ അടിക്കടിക്ക് വരുന്നില്ലേ, അപ്പൊ നിനക്ക് അകത്ത് വന്നിരിക്കാലോ. ഇത് സ്പെയർ കീയാ. ആരുടെ ഫോൺ കോളാ? ഹലോ, ഞാൻ പറഞ്ഞ ജോലിയെല്ലാം കഴിഞ്ഞോ? എടാ പന്ന മോനെ, ചോദിച്ചതിന് ഉത്തരം പറ. കഴിഞ്ഞു. എന്തിനാ നീ കരയുന്നേ? എന്തിനാ നീ കരയുന്നേ?
കരയില്ലേ? എന്താ കാര്യമെന്ന് പറ. ആരായിരിക്കും? നമസ്കാരം. നമസ്കാരം. അനിന്ത്യ മജുന്ദർ. എൻ്റെ മോൻ തന്നെയാ. ഒന്നിങ്ങോട്ട് വിളിച്ചേ. നിന്റെ ചേട്ടനെ വിളിച്ചേടാ. ആ വിളിക്കാം. പ്ലീസ് അകത്തേക്ക് വരൂ സാർ. എന്താ പ്രോബ്ലം സാർ? നല്ല ഡീസന്റ് ഫാമിലി പെട്ടതാ. ചേട്ടാ ഒന്ന് പുറത്തേക്ക് വരുമോ? എൻ്റെ മോൻ എന്താ ചെയ്തത്? നിങ്ങളുടെ മോൻ എന്താണ് ചെയ്തതെന്ന്? കേറ് കേറ് കേറ്, വേഗം കേറാൻ. ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. എന്നെ തന്നെ നീ തല്ലുവല്ലേ? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ പുറത്ത് കൈവയ്ക്കും. എനിക്കെന്തെങ്കിലും ഏർപ്പാട് ചെയ്തൂടെ? ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. മര്യാദയ്ക്ക് ആ വീഡിയോ എന്റെ അടുത്ത് തിരിച്ചു തന്നേക്ക്. നിന്റെ കളി എന്റെ അടുത്ത് ഇറക്കല്ലേ. എന്നെ കൊണ്ട് പറ്റും, എല്ലാം പറ്റും. എനിക്കൊന്നും ഏർപ്പാട് ചെയ്ത് തരാൻ പറ്റില്ല സുഹാനിയ. എന്താ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ? ശരി, ഞാൻ നിനക്ക് അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ എന്റെ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണം. അത് ഡീല. പ്രജാർഹത്ത് റേപ്പ് കേസിൽ 1 മാസത്തിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പോലീസ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരുപാട് നാളായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ എത്തിച്ചേർന്നത്. പീഡനം ചെയ്ത 2 പേരെ 2 സഹോദരിമാർ കൊല ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ പേരിൽ അനിന്ത്യ മജുന്ദറിനെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. 1 മാസം കഴിഞ്ഞാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അവരുടെ പീഡന കേസിലെ തെളിവുകൾ എടുത്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇതുപോലെയുള്ള എല്ലാ കേസുകളിലും അവർ ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് തെളിവെടുപ്പ് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടികളുടെയും തിരോധാനത്തിലും ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവരെ കണ്ടുപിടിക്കുവാനായി കുറച്ച് നാളുകളായി തന്നെ പോലീസ് അന്വേഷണത്തിലായിരുന്നു. ഇപ്പോഴാണ് ഈ സംഭവത്തിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാന വിഷയം. തുടർച്ചയായി നഗരത്തിൽ നടക്കുന്ന ഈ പീഡന കേസുകളും കൊലപാതകവും കണ്ടുപിടിക്കണമെന്നുള്ള മുന്നേയുള്ള ഗവൺമെന്റിന്റെ ഒരു